നമസ്കാരം. തുടർ ഭരണം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന CPM-ന് അവസാന ലാപ്പിലെത്തുമ്പോൾ നിലമ്പൂരിൽ CPM-നും ഇടതുമുന്നണിക്കും ഏൽപ്പിച്ചത് ഗുരുതരമായ ഒരു പരിക്ക് തന്നെയാണ്. വിവാദങ്ങൾ നിറഞ്ഞ രണ്ടാം ഭരണത്തിൽ വികസന മന്ത്രം ഉയർത്തിയുള്ള നിലമ്പൂരിലെ പ്രചാരണ ലക്ഷ്യം കാണാതെ പോയി. സാധാരണക്കാരെ അവഗണിച്ച് മുന്നോട്ടു പോകുന്ന ധാർഷ്ട്യത്തെ ജനം അംഗീകരിക്കില്ല എന്നാണ് ആര്യടൻ ഷൗക്കത്തിന് ലഭിച്ച മികച്ച ഭൂരിപക്ഷം തെളിയിക്കുന്നത്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പിന്നെ പാലക്കാടും UDF നേടിയ തിളക്കമാർന്ന വിജയങ്ങളെ ന്യായീകരിക്കാൻ CPM കണ്ടെത്തിയ കാരണങ്ങളൊന്നും നിലമ്പൂരിലെ തോൽവിയുടെ വിശദീകരണത്തിൽ മതിയാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വലിയ തിരുത്തലുകൾക്ക് CPM തയ്യാറാകേണ്ടി വരുമെന്നുറപ്പാണ്. തുടർ ഭരണത്തിലേക്കുള്ള വാതായനം നിലമ്പൂർ തുറക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു CPM. അതുകൊണ്ടാണ് ഇടത് സ്വാതന്ത്ര്യം എന്ന പരീക്ഷണം ഒഴിവാക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനുമായ M. സ്വരാജിനെ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയത്. എന്നാൽ സ്വന്തം മണ്ഡലത്തിൽ പോലും, സ്വന്തം പഠിച്ച ആ സ്കൂൾ പരിസരങ്ങളിൽ, ആ മണ്ഡലങ്ങളിൽ പോലും സ്വരാജിന് അടിപതറി എന്നത് യാഥാർത്ഥ്യം. പ്രചാരണത്തിന്റെ മേൽനോട്ടം പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ ഏകോപിപ്പിച്ചതും തെരഞ്ഞെടുപ്പിന് CPM നൽകിയ പ്രാധാന്യം വ്യക്തമാക്കുന്നു. എന്നാൽ നിലമ്പൂരിൽ നേട്ടം കൊയ്യാനായാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഉയർത്താനാകുമെന്നാണ്. അതുവഴി ഭരണം പിടിക്കാനാകുമെന്ന ലക്ഷ്യമിട്ട് എല്ലാ പിഴവുകളില്ലാത്ത പ്രവർത്തിക്കുന്നതിൽ UDF വിജയിച്ചു. എന്നാൽ നിലമ്പൂരിൽ നേട്ടം കൊയ്യാനായാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഉയർത്താനാകുമെന്നും ഭരണം പിടിക്കാനാകുമെന്നും ലക്ഷ്യമിട്ട് പിഴവുകളില്ലാതെ പ്രവർത്തിക്കുന്നതിൽ UDF വിജയിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞെട്ടിക്കുന്ന വിജയങ്ങളായിരുന്നു ഇടതുമുന്നണി സ്വന്തമാക്കിയത്. അരൂരിന് നഷ്ടമായെങ്കിലും കോന്നിയും വട്ടിയൂർക്കാവും സ്വന്തമാക്കി. ഈ ആത്മവിശ്വാസത്തിന്റെ ഒപ്പം കോവിഡ് കാലത്തെ കരുതൽ പ്രവർത്തനങ്ങളും പ്രചാരണ തന്ത്രങ്ങളും കൂടിയായപ്പോൾ അനായാസം രണ്ടാം ഭരണം കൈപ്പിടിയിലൊതുക്കി. എന്നാൽ പരിചയസമ്പന്നരെ കൂട്ടത്തോടെ ഒഴിവാക്കി പുതിയ നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം തുടക്കം മുതലേ പാടുന്ന കാഴ്ചയാണ് കണ്ടത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി എന്ന ആക്ഷേപം, പൂരം കലക്കൽ, ക്ഷേമ പെൻഷൻ മുടങ്ങൽ, ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ അധികാര ഗർവും, നവകേരള യാത്ര തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വിവാദങ്ങൾ ഉയർന്നു. എന്നാൽ എല്ലാത്തരം വിമർശനങ്ങളും വീഴ്ചകളും വികസനം എന്ന ഒരൊറ്റ മന്ത്രത്തിലൂടെ മറികടക്കാനാവുമെന്നായിരുന്നു CPM-ന്റെയും LDF-ന്റെയും ആത്മവിശ്വാസം. മുൻകാലങ്ങളിൽ ഭരണത്തിൽ തിരുത്തലുകളുമായി പാർട്ടി ഇടപെടുന്ന രീതിയുണ്ടായിരുന്നു. VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ പാർട്ടി വരിഞ്ഞു മുറുക്കി. എന്നാൽ പിണറായി മുഖ്യമന്ത്രിയായതോടെ കീഴ്വഴക്കങ്ങളെല്ലാം മാറി മറിഞ്ഞു. പാർട്ടിയിലും ഭരണത്തിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായി അദ്ദേഹം മാറി. പുതിയ സാഹചര്യത്തിൽ പാർട്ടിയും സെക്രട്ടറിയും കൂടുതൽ കരുത്തു കാട്ടുമോ എന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വരുന്ന ഒട്ടനവധി വിവാദങ്ങൾ, കൂടാതെ ഒരു ഉപയോഗമില്ലാത്ത പരാജിതരായ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി, കൂടാതെ വനവകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, അങ്ങനെ പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭയിൽ പുതുമുഖങ്ങളെല്ലാം അണിയിച്ചു നിർത്തി നടത്തിയ ആ ഒരു മിമിക്സ് പരേഡ് തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം ഇനി പിണറായി വിജയൻ 3.0 ലോഡിംഗ് എന്നൊരൊറ്റ വാക്ക് കേട്ടാൽ ജനങ്ങൾ ചെവി പൊത്തുന്നൊരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, അതിൻ്റെ ഒരു തെളിവാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.